അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകതയാണ്. അപ്പോൾ വിഷയം അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സബബുകൾ പറഞ്ഞിട്ടുണ്ട്. ആ സബബുകളിൽ ഒന്നാണ് എന്ത് ഇവിടെ തൗബ. തൗബ, തെറ്റ് പൊറുക്കാനുള്ള ഒരു ഇത്. പിന്നൊന്നാണ് എന്ത്, പിന്നെന്താ ഒന്ന് ഇസ്തിഗ്ഫാർ അല്ലേ? തൗബ വേറെ, ഇസ്തിഗ്ഫാർ വേറെ. തൗബക്ക് തൗബൻ്റെതായ ഷർത്തുകളുണ്ട്. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തതിൽ നമുക്ക് ഖേദം ഉണ്ടാകണം. കറന്നെടുത്ത പാൽ തിരിച്ച് അകിട്ടിലേക്ക് ചെലുത്തൂല എന്ന പോലെ ചെയ്ത തെറ്റ് ഇനി വീണ്ടും തിരിച്ച് ചെയ്യൂല എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവണം അല്ലേ? അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഖേദം വേണം. അതൊക്കെ ആകുമ്പോഴാണ് തൗബ. ഇസ്തിഗ്ഫാർ അള്ളാഹിനോട് പൊറുക്കലിനെ തേടലാണ്. റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത് എന്ന് പൊറുക്കലിന് അള്ളാഹ് പറഞ്ഞില്ലേ? ഗഫർതു ലഹു ഗഫർതു ലഹു ഗഫർതു ലഹു, ഞാൻ അവന് പുറത്തു പറയല്ലേ? ഇസ്തിഗ്ഫാർ. ഇതേപോലെ അള്ളാഹു തെറ്റ് പൊറുക്കാൻ അതിൽപ്പെട്ടാണ് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുക, തൗഹീദിനെ സാക്ഷാത്കരിക്കുക, അത് തെറ്റ് പൊറുക്കാൻ, കുറ്റം മാപ്പാക്കാനുള്ള വിഷയമാണ്. നമ്മൾ പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ? വഇസ്സത്തി വജലാലി വകിബ്രിയായി വഅളമത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹ് പറഞ്ഞത്? ല ഉഖ്രിജന്ന മിൻഹ, അല്ലെങ്കിൽ ല ഉഖ്രിജന്ന മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ മിൻ ഖൽബിഹി വമാ തആല ദാലിക എന്ന് പറഞ്ഞില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിൻ്റെ സാക്ഷാത്കാരം, അത് തെറ്റ് പൊറുക്കാനുള്ള വിഷയമാണ്. പിന്നെ അമലുൻ സാലിഹ്, അമാലു സാലിഹ, സൽപ്രവൃത്തികൾ. സൽപ്രവൃത്തികൾ എന്ത് ചെയ്യും? ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ പോക്കും. സൽപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തിന്മകൾ മായും. തൗബ പ്രത്യേകം വേണ്ട തിന്മ ശിർക്ക് മാത്രമേ ഉള്ളൂ. ഷിർക്ക് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും തൗബ വേണം, പക്ഷേ ഷിർക്കിന് പ്രത്യേക തൗബ വേണം. ഷിർക്കല്ലാത്തതൊക്കെ ഒരു വേള സൽപ്രവൃത്തിയാൽ മായും. ഒരു വേള നമുക്ക് ഉറപ്പില്ല, മായും. നമ്മളെവിടെ ഇപ്പോൾ പോയത്? അമലുൻ സാലിഹ്, സൽപ്രവൃത്തികൾ. വൻ തെറ്റ് ചെയ്ത് വന്നൊരു വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? ഒരു വ്യക്തി ഒരു വൻ തെറ്റ് ചെയ്തിട്ടാണ് വന്നത്. അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാനിരിക്കുമ്പോൾ റസൂലേ ഇന്നി അഖംതു ഹദ്ദൻ, ഞാനൊരു തെറ്റ് ചെയ്തു, ഇന്നി അസബ്തു ഹദ്ദൻ ഫഅഖിം അലയ്യ എന്നാണ്. ഞാനൊരു തെറ്റ് ചെയ്തു, അതുകൊണ്ട് അതിൻ്റെ ശിക്ഷ എന്നിൽ നടപ്പിലാക്കി നട്ടാണ് വരുന്നത്. നിസ്വാസമ തങ്ങൾ നിസ്കരിക്കാതിരിക്കുകയാണ്. അപ്പോൾ നിസ്വാസമ തങ്ങൾ വേഗം മുഖം തിരിച്ച്, അപ്പോൾ അയാൾ ആ ഭാഗത്ത് കൂടി വന്നിട്ട് വീണ്ടും പറയാണ്. വീണ്ടും റസൂൽ അവിടുന്ന് മുഖം തിരിച്ച്, അപ്പോൾ മൂന്നാമതൊന്ന് പറയണം. അപ്പോൾ അതിന് കാമത്ത് വിളിച്ച്, അപ്പോൾ നിസ്വാസമ തങ്ങൾ വേഗം നിസ്കരിക്കാൻ നിന്ന് അയാളെ ഗോന്നിച്ചില്ല. അപ്പോൾ ഒരു സഹാബി നിരീക്ഷിക്കുന്നുണ്ട്. സ്ഥല കഴിഞ്ഞേക്ക് റസൂൽ എഴുന്നേറ്റ് പോയി. പക്ഷേ ഇയാൾ വിട്ടില്ല, തെറ്റ് ചെയ്തതും വിട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്ത് വേഗം പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് റസൂലിനെ പോണ വഴിയെ പോയിട്ട് റസൂലിന് മുന്നിലാണ് എന്നിട്ട് പറഞ്ഞു, റസൂലെ ഇന്നി അസബ്തു ഹദ്ദൻ ഫഅഖിംഹു അലൈ, തെറ്റ് ചെയ്തു, അതുകൊണ്ട് അതിൻ്റെ ശിക്ഷ നടപ്പിലാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശിക്ഷ നടപ്പിലാക്കേണ്ട അയാൾ ചെയ്ത് തെറ്റെന്താ? തെറ്റുവൻ തെറ്റാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങൾ പശ്ചാത്തപിക്കുന്ന മനസ്സോടുകൂടിയല്ലേ വീട് വിട്ടിറങ്ങിയത്? നിങ്ങൾ ശുദ്ധി വരുത്തിയില്ലേ? നിങ്ങൾ നമ്മുടെ കൂടെ നിസ്കരിച്ചില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തിരിക്കുന്നു, പോകാൻ പറയാണ്. അവിടെ റസൂൽ ആ വിഷയത്തിലൊരു ആയത്ത് അവിടെ ഓതിയത്, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ആയത്ത് അവതരിച്ചതോടുകൂടി നമ്മൾ വായിക്കും. പിന്നെ ഹസനാത്ത് യുദ്ഹിബ്ന സയ്യിആത്ത്. ഏതായാലും അതാണ് സൽപ്രവൃത്തികൾ തെറ്റുകളെ മായ്ക്കും. പിന്നെ അതേപോലെ തന്നെ അൽ ഇഹ്സാൻ ഇലൽ ഖൽഖ്, പടപ്പുകൾക്കുള്ള അൽ ഇഹ്സാൻ, പടപ്പുകളോടുള്ള പിന്നെ സൽപ്രവൃത്തികൾ, പെരുമാറ്റങ്ങൾ, പുണ്യപ്രവൃത്തികൾ. വേശ്യാവൃത്തിയിൽ കാലം കഴിഞ്ഞിരുന്ന ഒരു പെണ്ണാണ് ഒരു ദാഹിച്ചു വലഞ്ഞ പട്ടിക്ക് വെള്ളം കൊടുത്തത്. അതേപോലെ തന്നെ ഒരു തിന്മ ചെയ്തിരുന്ന മനുഷ്യൻ അതേപോലെ നായക്ക് വെള്ളം കൊടുത്തൊരു കേസുണ്ട്. ഫശക്കറല്ലാഹു ലഹു വഗഫറ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവൃത്തിയിൽ അയാൾക്ക് ശുക്ർ നൽകി, പിന്നെ അയാൾക്ക് പുറത്തു കൊടുത്തു എന്ന് പറയല്ലേ. പിന്നെ അതേപോലെ പിന്നെ ഇനിയുണ്ടല്ലോ തെറ്റിനെ പൊറുക്കുന്ന കാര്യം.
ആ ദാനധർമ്മങ്ങളൊക്കെ പിന്നെ സാലിഹായ അമലുകളിൽ പെട്ടു, സദഖകളൊക്കെ ഇതിൽ പെട്ടു. മറ്റുള്ളവരുടെ ദുആവുകൾ ഷഫാഅത്ത്, അതാണ് ഷഫാഅത്ത്. ഷഫാഅത്ത് പലതുണ്ട് അല്ലേ. ഇപ്പം മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻ, അയാൾക്ക് പൊറുക്കാൻ വേണ്ടിയിട്ടല്ലേ. മുവഹിദീങ്ങളായ ആൾക്കൂട്ടം ഒരു മയ്യത്തിന് വേണ്ടിയിട്ട് പുറത്തുണ്ടെങ്കിൽ അവരുടെ ഷഫാഅത്ത് സ്വീകരിക്കും, തെറ്റ് പൊറുക്കാൻ അല്ലേ. അതേപോലെ പിന്നെ ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തില്ലേ അന്ത്യനാളിൽ. അതേപോലെ തന്നെ വിശ്വാസികളുടെ ഷഫാഅത്തില്ലേ, മലക്കുകളുടേത്, നബിമാരുടേതൊക്കെ ഷഫാഅത്തുകളില്ലേ. കർമ്മങ്ങളുടെ ഷഫാഅത്തില്ലേ, കർമ്മങ്ങൾ, നോമ്പ് ഷഫാഅത്ത് പറയില്ലേ, ഖുർആൻ ഷഫാഅത്ത് പറയില്ലേ. അതാണ് ഷഫാഅത്ത്, തെറ്റ് മായ്ക്കാനുള്ള മാനദണ്ഡങ്ങൾ സബബുകളിൽപ്പെട്ടതാണ്. പിന്നെ ഇപ്പോൾ മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടി നിർവഹിക്കുന്ന കർമ്മങ്ങൾ, മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിർവഹിക്കുന്ന കർമ്മങ്ങളിൽ പെട്ടതാണ് അയാൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന വിഷയം. അത് നമ്മൾ പറഞ്ഞ് ഷഫാഅത്തിൽ പെടും. പക്ഷേ അയാൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പിന്നെ ഒരു വാപ്പാക്ക് വേണ്ടിയിട്ട് മക്കൾ ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു അല്ലേ. അതേപോലെ തന്നെ ചിലർക്ക് പിന്നെ ബിസ്തിഗ്ഫാരി വലദി കലക്, പൊറുക്കലിൻ്റെ മക്കൾ വാപ്പാർക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടിയാൽ, ഉമ്മാക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാലൊക്കെ ഉള്ള സഹോദരങ്ങൾ, റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, അതൊക്കെ അയാളുടെ പ്രവൃത്തിയല്ല, പിന്നെ അയാൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ അയാളുടെ മരണാനന്തരം ചെയ്യുന്ന പ്രവൃത്തികളാണ്. അതുകൊണ്ടൊക്കെ പാപമോചനം ലഭ്യമാകും എന്നുള്ളതാണ്. ഇതേപോലെ പിന്നെയും അല്ലേ വൻപാപങ്ങൾ ചെയ്യാതിരുന്നാൽ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻ നുകഫിർ അൻകും സയ്യിആതികും. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻ, നിങ്ങൾ വിരോധിക്കപ്പെട്ട വൻപാപങ്ങൾ നിങ്ങൾ ചെയ്യാതിരുന്നാൽ നുകഫിർ അൻകും, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും സയ്യിആതികും, നിങ്ങളുടെ ചെറുപാപങ്ങൾ. അപ്പോൾ ചെറുപാപങ്ങൾ നമ്മളുടേത് പോകാൻ, കഴുകപ്പെടാൻ, പൊറുക്കപ്പെടാൻ എന്ത് വേണം? നമ്മൾ വൻപാപങ്ങൾ ചെയ്യാതിരിക്കണം എന്നുള്ളതാണ്. വൻപാപങ്ങളെ വിട്ടു നിൽക്കുക എന്നുള്ളത് ചെറുപാപങ്ങൾ പോകാനുള്ള ഒരു കാരണമാണ്. ഓക്കെ, വേറെ ഉണ്ട്, ഇനിയുണ്ട്. ചിലരിതിങ്ങനെ ഇതിനൊക്കെ എന്ത് ചെയ്യും, വേറെ വേറെ എണ്ണും. ഇപ്പോൾ ഇവിടെ നമ്മൾ അമലും സാലിഹിൽ പലതും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ ദുആ ഉണ്ട്, സദഖ ഉണ്ട്, അതേപോലെ കുറേ കാര്യങ്ങളില്ലേ, അതിനൊക്കെ വേറെ വേറെ തന്നെയുണ്ട്. ഇത് മലക്കളുടെയൊക്കെ ഷഫാഅത്തിൻ്റെ വിഷയം പറഞ്ഞത്, അത് ഷഫാഅത്തൊക്കെ കുറേ വിഷയങ്ങളാണ്. ഇനി ഇതിലേറെ വേറൊരു വിഷയമുണ്ട്, തെറ്റ് പൊറുക്കാൻ, പാപം കഴുകാൻ. അതെന്താ? ഇതിലേറെ വേറൊരു വിഷയം. അള്ളാൻ്റെ റഹ്മത്തുള്ള അള്ളാൻ്റെ റഹ്മത്ത്, ആ റഹ്മത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും, മാപ്പാക്കും. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, വ ഇന്നി ലഗഫാറുൻ ലിമൻ താബ് വ ആമന വ അമില സാലിഹൻ സുമ്മ ഇഹ്തദ. ഇത് പാപം പൊറുക്കാനുള്ള ഒരു വിഷയമാണ്, തൗബ. എന്നിട്ട് ഇസ്തിഖാമത്തിലുള്ള ജീവിതം. വ ഇന്നി ലഗഫാറുൻ ലിമൻ താബ വ ആമന വ അമില സാലിഹൻ സുമ്മ ഇഹ്തദ.